ചേട്ടാ ഇത്രയും നാള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി മാറ്റി പറയണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. ഇത് എന്റെ മാത്രം കാര്യമല്ല കേട്ടോ. ഓവറോൾ സയൻസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. പറഞ്ഞു വരുന്നത് യുഎസ് ഗവൺമെന്റ് അനൗൺസ് ചെയ്ത ഏറ്റവും പുതിയ ഫുഡ് പിരമിഡിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പഴയ ഫുഡ് പിരമിഡ്. അതായത് നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഫുഡ് പിരമിഡ്. ഇതിലെ ഫുഡുകളൊന്നും മാറ്റാതെ ആ ട്രയാങ്കിൾ എടുത്ത് നേരെ തിരിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഇപ്പോഴത്തെ പുതിയ ഫുഡ് പിരമിഡ്. പുതിയ ഫുഡ് പിരമിഡിൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് പ്രോട്ടീനും അതുപോലെ ഹെൽത്തി ഫാറ്റിനും ഡയറി പ്രോഡക്ട്സിനും വെജിറ്റബിൾസിനും അതുപോലെ ഫ്രൂട്ട്സിനുമാണ്. പ്രോട്ടീനിന്റെ 1.2 ടു 1.6 പെർ കെ ജി പെർ ബോഡി വെയിറ്റ് എന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഡയറി പ്രോഡക്ട്സ് മിനിമം 3 സെർവിങ് വരെ നമുക്ക് യൂസ് ചെയ്യാം. അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലോ ഫാറ്റ് അല്ല, ഫുൾ ഫാറ്റ് ഡയറി മിൽക്ക് തന്നെ യൂസ് ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വെജിറ്റബിൾസ് മിനിമം 3 സെർവിങ് എങ്കിലും കഴിക്കണം. അതുപോലെ ഫ്രൂട്ട്സ് ഒരു മോഡറേറ്റിൻ്റെക്കാണ്, മിനിമം 2 സെർവിങ് എങ്കിലും മതി. അതും ജ്യൂസായിട്ട് കുടിക്കാനല്ല പറയുന്നത്, ഹോൾ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാനാണ് അവർ പറയുന്നത്. പഴയ ഫുഡ് പിരമിഡിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറഞ്ഞിരുന്നത് ഗ്രെയിൻസ് ആണെങ്കിൽ ഇപ്പോഴത് വളരെ ലോ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യുഎസ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ ഫുഡ്സിനെയാണ്, അല്ലെങ്കിൽ ഹോൾ ഫുഡ്സിനെയാണ്. നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത് ഹൈലി പ്രോസസ്ഡ് ഫുഡും. ഷുഗറിന്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ഒരു നേരം നമുക്ക് 10 ഗ്രാം ഷുഗറിൽ കൂടുതൽ ഉപയോഗിക്കരുത് എന്ന്.